ഹലോ അപ്പം വന്നിരിക്കുന്നത് കുറെ സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ന്യൂസ് യൂട്യൂബ് ചാനൽ. ആദ്യ OTT റിലീസ് അപ്ഡേറ്റ് LBW എന്ന് പറഞ്ഞ സിനിമേന്റെ OTT റിലീസ് ആണ്. ഈ വരുന്ന ജനുവരി മാസം 1-ാം തീയതിയാണ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. പല ഭാഷകളിലായിട്ട് സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും ജനുവരി മാസം 1-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. അടുത്തൊരു മലയാള സിനിമേന്റെ OTT അപ്ഡേറ്റ് ആണ്. റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന സിനിമയാണ് ഇത്തിരി നേരം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നിലവിൽ നമ്മുടെ ചിത്രം ഇപ്പോൾ OTT റിലീസ് കൈമാറിയിരിക്കുകയാണ്. നവംബർ മാസം ഫസ്റ്റ് വീക്ക് ആയിരുന്നു പടം തിയേറ്റർ റിലീസിന് വന്നത്. ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുക ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയപ്പോൾ 31-ാം തീയതി മുതൽ നമ്മുടെ സൺ നെക്സ്റ്റിലാണ് ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഇത്തിരി നേരം എന്ന് പറഞ്ഞ മലയാള സിനിമ പോയി കാണുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT അപ്ഡേറ്റ് തെലുങ്ക് സിനിമേന്റെയാണ്. അഖണ്ഡ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗം നിലവിൽ OTT റിലീസിന് വരികയാണ്. രണ്ടാം ഭാഗത്തിന് തിയേറ്റർ റിലീസിന് ശേഷമാണ് OTT റിലീസിന് വരുന്നത്. ഡിസംബർ മാസമായിരുന്നു സിനിമയുടെ തിയേറ്റർ റിലീസ് വന്നത്. എന്തായാലും സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അതും ഈ വരുന്ന ജനുവരി മാസം 9-ാം തീയതിയാണ് നമ്മുടെ അഖണ്ഡ സിനിമയുടെ രണ്ടാം ഭാഗം OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ജനുവരി മാസം 9-ാം തീയതി ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. രൺവീർ സിംഗ് ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത്. സിനിമേന്റെ OTT റൈറ്റ്സ് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 1000 കോടി കടന്നിരിക്കുകയാണ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. എന്തായാലും സിനിമേന്റെ ആദ്യ ഭാഗം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഈ ജനുവരി മാസം 30-ാം തീയതി ആയിരിക്കും സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന പല ഭാഷകളിലായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മലയാള സിനിമയായ ഇന്നസെന്റ് എന്ന സിനിമേന്റെയാണ്. നമ്മുടെ അനർക്കലി നായികയുടെ അഭിനയിച്ച സിനിമേന്റെ OTT ഇപ്പോൾ നടന്നിരിക്കുകയാണ് നമ്മുടെ സൈന പ്ലേയിലൂടെ. നിലവിലെ സിനിമ സൈന പ്ലേയിൽ അവൈലബിൾ ആണ്. സിനിമ ഡിസംബർ മാസം 31-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സൈന പ്ലേയില്. മലയാളം പകർപ്പിൽ മാത്രമായിട്ടാണ് നിലവിലെ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. കാണാത്തവർ എന്തായാലും പോയി കാണുക നെറ്റ്ഫ്ലിക്സിലെ സൈന പ്ലേയിൽ ചിത്രത്തിന്റെ OTT റിലീസ്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. കുംകി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് OTT റിലീസിന് പോകുന്നത്. അതും നമ്മുടെ ആമസോൺ പ്രൈം ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി മാസം 30-ാം തീയതിയാണ് പടം OTT റിലീസിന് പോകുന്നത്. കുംകി എന്ന സിനിമ കാത്തിരിക്കാൻ നമുക്ക്. കുംകി എന്ന തമിഴ് സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ OTT റിലീസിനായിട്ട് ജനുവരി മാസം 3-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് അഭിനയിച്ച തേരി ഇഷ്കുമേ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമേന്റെയാണ്. ചിത്രം തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നല്ല കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ആണ് കാണാൻ സാധിച്ചത്. എന്തായാലും പടം OTT റിലീസിന് പോവുകയാണ്. ജനുവരി മാസം 23-ാം തീയതിയാണ് നമ്മുടെ ധനുഷ് അഭിനയിച്ച തേരി ഇഷ്കുമേ എന്ന് പറഞ്ഞ സിനിമ OTT റിലീസിന് പോകുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് 3 ഭാഷകളിലായിട്ടായിരിക്കും പടം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനുവരി മാസം 23-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് സന്ദീപ് അഭിനയിച്ച സിനിമയാണ് നമ്മുടെ എക്കോ എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു മലയാള സിനിമയും കൂടിയാണ് ബോക്സ് ഓഫീസില്. സിനിമ എന്തായാലും ഈ ഡിസംബർ മാസം 31-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സില്. അതും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ. സിനിമയുടെ ഹിന്ദി പകർപ്പ് ജനുവരി 7-ാം തീയതി മുതലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവാൻ പോകുന്നത്. അടുത്തത് വീണ്ടും ഒരു മലയാള സിനിമേന്റെയാണ്. നമ്മുടെ ഷെയ്ൻ നിഗം അഭിനയിച്ച സിനിമയാണ് ബൾട്ടി എന്ന സിനിമ. സിനിമേന്റെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയാണ് സിനിമേന്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം ഈ വരുന്ന ജനുവരി 9-ാം തീയതി മുതലാണ് ഷെയ്ൻ നിഗം അഭിനയിച്ച ബൾട്ടി എന്ന മലയാള സിനിമ OTT റിലീസിന് പോകുന്നത്. ഒരേ സമയത്ത് പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ OTT റിലീസ് കൈമാറുന്നത്. കാത്തിരിക്കാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ കളംകാവൽ എന്ന് പറഞ്ഞ മമ്മൂക്ക അഭിനയിച്ച സിനിമയാണ് വിനായകനൊക്കെയുള്ള. എന്തായാലും പടത്തിന്റെ OTT അവകാശം നമ്മുടെ സോണി ലിവ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമേന്റെ OTT റിലീസ് ഈ വരുന്ന ജനുവരി മാസം 9 അല്ലെങ്കിൽ 2-ാം തീയതിക്കുള്ളിലായിരിക്കും സിനിമേന്റെ OTT റിലീസ് വരാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ സോണി ലിവ് ഒരു കമ്മിങ് സൂൺ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ കളംകാവൽ സിനിമേന്റെ. എന്തായാലും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമേന്റെ OTT റിലീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും 9 അല്ലെങ്കിൽ 2-ാം തീയതിക്കുള്ളില്. അടുത്ത OTT അപ്ഡേറ്റ് ആണ് രവിതേജ് അഭിനയിച്ച തെലുങ്ക് സിനിമയാണ് മാസ് ചത്താര എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം നമ്മുടെ ഹിന്ദി പകർപ്പ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 31-ാം തീയതി മുതൽ സിനിമയുടെ സ്ട്രീമിംഗ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. അതും ഹിന്ദി പകർപ്പ് മാത്രം. മറ്റു പതിപ്പുകളൊക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴി നേരത്തെ സ്ട്രീമിംഗ് ചെയ്തതാണ് നവംബർ ലാസ്റ്റ് വീക്കോടെ. എന്തായാലും പടത്തിന്റെ OTT റിലീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, ഹിന്ദി പകർപ്പ് മാത്രം. അടുത്ത കെവിൻ നായകനെ അഭിനയിച്ച മാസ്ക് എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. നിലവിലെ സിനിമയുടെ OTT റിലീസ് ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ജനുവരി മാസം 9-ാം തീയതിയാണ് പടം നമ്മുടെ കെവിന്റെ ഈ ഒരു സിനിമ OTT റിലീസിന് പോകുന്നത്. ഒരു ഹൈസ്റ്റ് ത്രില്ലർ സിനിമയും കൂടിയാണ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഇത്രയും സിനിമകളുടെ OTT റിലീസിനായിട്ട്. പക്ഷേ എല്ലാവരും ഇത് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ചാനൽ കൂൾ സിനിമ OTT അപ്ഡേറ്റ്.